മണ്ണാർക്കാട് മണലടി ദർസ് ഫെസ്റ്റ് സമാപന സമ്മേളനവും ലൈബ്രറി ഉദ്ഘാടനവും നടന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളോട് പറഞ്ഞു, ഞാൻ ഇടത്തെ കാല് വെച്ചാണ് കാണുന്നത്, അതുകൊണ്ട് അത് തെറ്റാണ്, അത് ശരയ്യാവുന്ന മര്യാദക്കെതിരാണ്, അതുകൊണ്ട് വലത്തെ കാല് വെച്ചുകൊണ്ട് മൂപ്പ് രണ്ടാമത് കാണുന്നത് ഇതെന്ന് മഹാന്മാരാവുന്ന ഉസ്താദന്മാർ. അപ്പോൾ ഒരു ദർശനമുണ്ടായിരുന്നാൽ ആ ഉസ്താദിന്റെ സ്വഭാവങ്ങളും നോക്കിയിട്ടായി നാട്ടിലുള്ള പ്രായം കൂടിയവരൊക്കെ പഠിക്കുക മനസ്സിലാക്കാൻ പറ്റിയത് നീ മനസ്സിലാക്കില്ല. അധികം നീലങ്ങട്ടിലുള്ളൂ സുഖമായിരുന്നു, അധികം കേട്ട് പഠിച്ചതല്ല സാധനം. വിശ്വല്ലാവലി വസല്ലമ തങ്ങളെ കൂടെ കൂടി നടന്നിട്ടാണ് അവർ നീല അധികം മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി തങ്ങളെ പറ്റിയത് കേട്ടു. നബി കക്കൂസ് പോകുമ്പോൾ നബി മറിച്ച് കെട്ടപ്പെട്ട സ്ഥലത്ത് എങ്ങനെയാണ് ഇരുന്നതെന്ന് നോക്കാൻ നബിന്റെ തല കണ്ടാകണം. മുഖാരിവാരികൾ അതിൽ കാണാം. ഒക്കെ തീർന്നത് പോലെ വഹിനി ഞങ്ങളെ വീടിന്റെ മേൽപ്പുരം വരും, അല്ലെങ്കിൽ അഫ്സാറുദ്ദീൻ എൻ്റെ വീടിന്റെ മേൽപ്പുരമൊക്കെ ഇരിക്കാൻ കക്കൂസ് പോകുമ്പോൾ നോക്കിയെന്ന് പറയും. മുമ്പ് നോക്കിയെന്ന് പറഞ്ഞാൽ റസൂലിന്റെ അവർക്ക് കാണാൻ വേണ്ടിയില്ല, അവർക്ക് ഒരാൾ കണ്ടാൽ അവന്റെ കണ്ണിനെ കാഴ്ചണ്ടാവും. പിന്നെ നോക്കിയെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തല കാണാൻ വേണ്ടി. നബി കക്കൂസായിക്കൊണ്ട് മേൽക്കൂര ചെയ്തു. അപ്പൊ കക്കൂസായിക്കൊണ്ട് തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലത്ത് അവിടെ ഇരുന്ന് ഇതിലൊക്കെ തിരിഞ്ഞുകൊണ്ടാണോ അല്ലാതെയാണോ ബൈത്തുൽ മഖ്ദിസ് തിരിഞ്ഞുകൊണ്ടാണോ? അപ്പൊ അങ്ങനെ നബിന്റെ പ്രവർത്തനങ്ങൾ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാത്രം പ്രത്യേകമായതല്ലാത്ത സംഗതികളൊക്കെ ജീവിതത്തിൽ പകർത്തലായിരുന്നു സഹാബത്ത്. എന്നതുപോലെയാണ് പഴയകാലത്ത് ദർസുണ്ടാവുന്നത്. ആ ദർസിലുള്ള ഉസ്താദിന്റെ ജീവിത രീതി അങ്ങനെയാണ്. നമുക്ക് പകർത്താൻ പറ്റിയതാണ്. മുമ്പുള്ള സുന്നത്തുകൾ സ്കേക്കും അത് മോക്കതായത് മാത്രമല്ല മോക്കതല്ലാത്തും ചിലപ്പോൾ സ്കേച്ചിന്റെ ഉസ്താദന്മാരുണ്ടാവും. അപ്പൊ അത് നമ്മൾ ശീലിക്കും. പ്രായക്കാരാകുന്ന നാട്ടിലുള്ള ചെറുപ്പക്കാരും കുട്ടികളൊക്കെ അവരോട് കൂടി കൊണ്ടിട്ട് അവരെ ജീവിത രീതിയിൽ അത് വലിയ തൃപ്തിയും ചെയ്യും. അവരുടെ ജീവിതത്തിൽ ധാർമ്മികമാവുന്ന ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കി തീർക്കാൻ കഴിയും. പിന്നെ വീട്ടുകാരാവുന്ന പെണ്ണുങ്ങൾ പഴയ കാലത്തൊക്കെ ദർസിലിരുന്ന് വീട്ടിലിരുന്ന് ചെലവൊക്കെ കുട്ടികൾ. അപ്പോൾ ഞാനൊക്കെ തന്നെ പല സ്ഥലത്ത് ദർശനത്തെ കാലത്ത് ചെലവ് കൊടുക്കാൻ പ്രയാസം ഉണ്ടായതുകൊണ്ട് കുട്ടികൾ അധികമായതുകൊണ്ട് ഒരു വീട്ടിൽ തന്നെ 4-5 കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർ. അപ്പൊ ആ വീട്ടിലുള്ള സ്ത്രീകൾ എന്ത് ചെയ്യുമെന്നറിയോ? അവർ മസാലകളൊക്കെ ഉസ്താദന്മാരോട് ചെലവിന് കുട്ടികളോടാണ് ചോദിക്കുന്നത്. ചിലപ്പോ കുട്ടിക്ക് പറയാൻ കിട്ടിയില്ലെങ്കിൽ പിറ്റേത് ചെലവ് മോശമാവും. അങ്ങനെ ചിലരുണ്ടാവും. പിന്നെ അങ്ങനെ ചില വീടുകളുണ്ടാവും. അപ്പൊ ഞങ്ങൾ തെക്കുംപാട് തോന്നിയ കാലത്ത് 10,000 തിരങ്ങാടി വാങ്ങുന്ന സ്ഥിതിയായിരുന്നു. അപ്പോ ഒരു വീട്ടിൽ ആരും ചെലവിന് പോയത്. സുഹൈൽ ബാഗവി കുമരമ്പത്തൂർ അധ്യക്ഷത വഹിച്ചു. TS സലാം, പഴേരി ഷെരീഫ്, KP ബാപ്പുട്ടി ഹാജി, ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി, CP ബാബു മുസ്ലിയാർ, അലി ഫൈസി, മുഹമ്മദ് കുട്ടി ഫൈസി, അബ്ദുസമദ് ഹാജി, KC അബൂബക്കർ ദാരിമി, ഹബീബ് ഫൈസി കോട്ടോപ്പാടം, സുലൈമാൻ ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു.